ദേശീയപാതയിൽ കോഴിക്കോട് ഒളവണ്ണ ടോൾ ബൂത്തിലെ ടോൾ പിരിവിനെതിരെ ഇന്നും കോൺഗ്രസിന്റെ പ്രതിഷേധം. ടോൾ പിരിവ് തടഞ്ഞ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ചർച്ച നടത്താമെന്ന് കലക്ടർ അറിയിച്ചതിനെ തുടർന്ന് ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സർവീസ് റോഡ്. ഈ സർവീസ് റോഡ് യാത്രാ സൗകര്യമാക്കണം, യാത്രായോഗ്യമാക്കണം. ഈ സർവീസ് റോഡിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല. സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കാതെ എങ്ങനെയാണ് ഈ പ്രദേശവാസികൾ സഞ്ചരിക്കുക? രണ്ടാമത്, ഇവിടെ പെരുമണ്ണ, ഒളവണ്ണ, പന്തീരങ്കാവ് മേഖലയിലെ സാധാരണക്കാർ അവർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിക്കാൻ പോയാൽ തിരിച്ചു വരുമ്പോൾ ടോൾ കൊടുക്കണം. അവർ എന്തെങ്കിലും ആവശ്യം നഗരത്തിൽ പോയാൽ ടോൾ കൊടുക്കണം. ഏതെങ്കിലും കോളേജിൽ പോയാൽ പഠിക്കാൻ പോയാൽ ടോൾ കൊടുക്കണം. ആ രീതി ഒരു കാരണം വെച്ചാലും കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇവിടെ പെരുമണ്ണ, ഒളവണ്ണ, പന്തീരങ്കാവ് പ്രദേശങ്ങളിലെ ആളുകൾക്ക് ടോൾ ഫ്രീ ആക്കണം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ദിവസവും പ്രതിഷേധമായി വരും. ഒളവണ്ണയിൽ നിന്ന് സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. സലാം, ഇന്നിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. എപ്പോഴാണ് കലക്ടറുമായുള്ള ചർച്ച? ദിവ്യ, നിലവിൽ കളക്ടറുമായുള്ള ചർച്ചയ്ക്കുള്ള തീയതിയും സമയവും നിശ്ചയിച്ചിട്ടില്ല. അല്പസമയം മുമ്പാണ് ഈ സമരത്തിനിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഈ സമരക്കാർക്കിടയിലേക്ക് വന്ന് ഇങ്ങനെ കളക്ടർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കാര്യം അറിയിച്ചത്. അതേ തുടർന്നാണ് സമരം അവസാനിപ്പിച്ച് പ്രതിഷേധക്കാർ ഈ ടോൾ ബൂത്ത് പിരിവ് തടയുന്നതടക്കമുള്ള നടപടിയിൽ നിന്നും വിട്ടുനിന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ, അതായത് ഈ സമര നേതാക്കളൊക്കെ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ്. കളക്ടർ ഉറപ്പ് തന്നു? അല്ല, കളക്ടർ മീറ്റിംഗ് വിളിച്ച് പറഞ്ഞല്ലോ. അതോടുകൂടി തന്നെ ഞങ്ങൾ ആദ്യഘട്ടം വിജയിച്ചല്ലോ. കാരണം ഞങ്ങൾ നിരവധിയായ നിവേദനം കൊടുത്തിട്ടും ഒരുപാട് ഹർജി കൊടുത്തിട്ടും ഒരു ഫലം ഉണ്ടായിട്ടില്ല. സമരത്തിന് ശേഷം ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമായി വീണ്ടും വരും. പക്ഷേ കളക്ടർ അത്ര സാഹചര്യം ഉണ്ടാക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കളക്ടർ യോഗത്തിൽ ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. ഒന്നുമില്ല, ഈ സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, ഈ പരിസരവാസികൾ ടോളിൽ നിന്ന് ഒഴിവാക്കുക, ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അത് അംഗീകരിച്ച് കിട്ടും പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും സമരമായിട്ട് ഞങ്ങൾ വരും. തുടർച്ചയായ ദിവസങ്ങളിൽ സമരം നടത്തണമെന്ന ഒരു അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കളക്ടർ ചർച്ചയ്ക്ക് തയ്യാറായതിനെ തുടർന്ന് ഈ സമരം താൽക്കാലികമായി നിർത്തിവെക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് ഈ ചർച്ചയിൽ ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് കൂടിയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത്. ഇവരുടെ ആവശ്യം ബൈപ്പാസിൽ റീച്ച് ദിവ്യ, ഈ സമരത്തിനിടയ്ക്ക് മാത്രമാണ് ടോൾ പിരിവ് നിർത്തിവെച്ചത്. അതിനു മുമ്പും അതിനു പിന്നാലെയും ടോൾ പിരിവ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ടോൾ പിരിവ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ വലിയ ഗതാഗതക്കുരുക്ക് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ ടോൾ ബൂത്തിന് സമീപത്തൊക്കെ തന്നെ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ സമരം ശക്തമാകുന്നതിനിടെ, അതായത് ഈ പിരിവ് നിർത്തിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ തടയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ പ്രതിഷേധക്കാർ കടന്നതിനെ തുടർന്ന് അല്പനേരം നിർത്തിവെക്കുകയായിരുന്നു. അങ്ങനെ വലിയ ഗതാഗതക്കുരുക്ക് തന്നെയായിരുന്നു സമരത്തിനിടെയും, അല്ലെങ്കിൽ ഈ ടോൾ പിരിവ് തുടങ്ങിയ സമയത്തും ഇപ്പോഴും ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി അത് കാണാം. കാരണം ആ രീതിയിലുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ടോൾ കൊടുത്ത് കടന്നു പോകാനാകുന്ന തരത്തിലുള്ളൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ദേശീയപാത ഹൈവേയിൽ ഇരുചക്ര വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ അടക്കമുള്ള മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ പ്രവേശനം ഉണ്ടാകില്ല എന്ന കാര്യമായിരുന്നു. എന്നാൽ അവർക്കൊക്കെ തന്നെ ഇപ്പോൾ സർവീസ് റോഡ് പണി പൂർത്തിയാകാത്തതിനെ തുടർന്ന് അങ്ങനെ സർവീസ് റോഡിലൂടെ മുന്നോട്ട് പോകാനാകില്ല. അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഈ ഹൈവേ വഴി മാത്രമേ കടന്നു പോകാനാകൂ. ആ ഒരു സ്ഥിതി കൂടി നിലവിലുണ്ട്. ഏതായാലും ഈ പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും ഇവിടെ നിന്നും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ രീതിയിൽ ഈ സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കുക, അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളായിട്ടുള്ള ഒളവണ്ണ, പെരുമണ്ണ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് ടോൾ പിരിവ് സൗജന്യമാക്കുക, അല്ലെങ്കിൽ ടോൾ സൗജന്യമാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇന്നലെയും ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടന്നിരുന്നു. എന്നാൽ ആ പ്രതിഷേധക്കാരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. അതേ തുടർന്നാണ് ഇങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ, അതായത് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരങ്ങളിൽ
സമരങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ 8:15 കൂടി തന്നെ സമരം തുടങ്ങിയത്. അതിന് ശേഷം ഈ ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വന്ന കളക്ടറുമായി ഇവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ കളക്ടറുമായി ഒരു ചർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകി. ആ ഉറപ്പിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ആ ചർച്ച എന്താണെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇനി ഒരുപക്ഷെ കളക്ടറുമായുള്ള ചർച്ചയിലും ഇക്കാര്യങ്ങളിൽ, അതായത് ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് ടോള് സൗജന്യമാക്കണം, അതോടൊപ്പം തന്നെ സർവീസ് റോഡുകളുടെ പണി പൂർത്തിയായ ശേഷമേ ഈ ടോൾ പിരിവ് തുടങ്ങാനാകൂ, ആ രീതിയിലുള്ള ഈ സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ദിവ്യ.